കിട്ടിയിട്ടുള്ള ചില പദവികൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ അതൊക്കെ അവരിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അസൂയ വെക്കുന്ന ചില ശത്രുക്കളുണ്ട്. അപ്പോൾ ശത്രുക്കൾ രണ്ട് വിധമാണ്. ഒന്ന് നമ്മളെ നേരിട്ട് കാണുന്ന ശത്രുവാണ്, രണ്ട് നേരിട്ട് കാണാത്ത ശത്രുവാണ്. ജനങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് നമ്മുടെ ശത്രുക്കളാണ്, രണ്ടാമത്തേത് നമ്മുടെ കൂട്ടുകാരാണ്, നമ്മളുടെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവിടെ ചില ആളുകൾ നമ്മളെ ഉപദ്രവിക്കൂല, നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുകയില്ല എങ്കിലും മാനസികമായി അവരുടെ ഉപദ്രവം നമുക്ക് ഏറ്റുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ചില സ്ഥാനമാനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സംസാരം ുമ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മളോട് അസൂയയുള്ള ചില ആളുകളുണ്ട്, കുശുമ്പ് ഉള്ള ആളുകളുണ്ട്, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയും ചില ശത്രുക്കളുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ശത്രുക്കളാണോ ആ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ, മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും നമുക്ക് കിട്ടാൻ, ശത്രുക്കളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ചില ശത്രു പറയും നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ ഞാൻ വെട്ടൂടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ, അതുപോലെ തന്നെ ശത്രുക്കളുടേതാവട്ടെ അല്ലാത്തവരുടേതാവട്ടെ സിഹിർ പോലോത്ത, കണ്ണേറ് പോലോത്ത, കരിനാക്ക് പോലോത്ത, പേടി പോലോത്ത വലിയ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, ജീവിതത്തിൽ എപ്പോഴും ഹൈറുകൾ സലാമത്തുകളും നിത്യമായി ഉണ്ടാവാൻ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിന്റെ ഒരു പേരാണ്. ആ പേര് ഏതാണെന്നറിയോ? യാ ജബ്ബാറു യാ അല്ലാഹ്. ഇതാണ് ആ പേര്. യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? യാ ജബ്ബാറു യാ അല്ലാഹ്, പരമാധികാരമുള്ളവനെ, എല്ലാത്തിൻ്റെയും അധികാരമുള്ളവനെ എന്നാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥം, ഈ ഒരു പേരിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിശ്രേഷ്ഠമായ പേരുകളിൽപ്പെട്ട ഒന്നാണ് യാ ജബ്ബാറു യാ അല്ലാഹ്. ഈ ഒരു പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം പറയണം? ഒന്നുകിൽ ഒരു ദിവസം 306 പ്രാവശ്യമോ, അല്ലെങ്കിൽ 106 പ്രാവശ്യമോ, അല്ലെങ്കിൽ 66 പ്രാവശ്യമോ, ചുരുങ്ങിയത് ഒരു 16 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ പറയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലങ്ങളാണ്, ഒരുപാട് നേട്ടങ്ങളാണ്. പ്രത്യേകിച്ച് കിട്ടുന്നത് നമ്മുടെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടും. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ മാത്രമല്ല ശത്രു, അതല്ലാത്ത ജീവികളും ശത്രുക്കളായിട്ടുണ്ട്. ചിലപ്പോൾ ഇഴജന്തുക്കൾ, പാമ്പ് പോലത്തെ ഇഴജന്തുക്കൾ നമ്മുടെ ശത്രുക്കളാണ്. കാരണം അത് ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്ന് വരാം. അതുപോലെ നായ, തെരുവ് നായകൾ, അത് നമ്മൾ ഉപദ്രവിച്ചെന്ന് വരാം. മറ്റു മൃഗങ്ങൾ, മറ്റ് ജന്തുക്കൾ, ഇതൊക്കെ നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം. അപ്പോൾ ആ ഉപദ്രവിക്കുന്ന ശത്രുക്കളായ ജീവികൾ, മനുഷ്യനാവട്ടെ മറ്റു മൃഗങ്ങളാവട്ടെ, അവകളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കണം. ഏതാണ് അള്ളാഹുവിന്റെ ഇസ്മ? അള്ളാഹുവിന്റെ പേര് യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. ആ ഒരു പേര്. അപ്പോൾ ഈ പേര് എല്ലാവരും മനപ്പാഠമാക്കി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അർത്ഥം പരമാധികാരമുള്ളവനെ എന്നാണ്. 306, 106, 66, 16 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ നിത്യമായി, 1-2 ദിവസം മാത്രമല്ല, നിത്യമായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഇസ്മ, രണ്ടാമത്തെ അള്ളാഹുവിന്റെ പേര്. ഏതാണ് ആ പേരെന്നറിയോ? ആ പേര് പറയുന്നതിന് മുമ്പ് ആ പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്?